നമ്മുടെ സിംഗിൾ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ അടുത്തത്. സിംഗിൾ എക്സ്റ്റൻഷന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ചേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നു, നമ്പേഴ്സൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലെങ്ത്തിൽ തന്നെ നൂലെടുക്കണേ. നൂല് കുറച്ച് ലെങ്ത്തിൽ തന്നെ എടുത്ത് ആദ്യം നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കോർണറിന് അതെല്ലാത്തിലും അതേപോലെ തന്നെ കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ മറ്റേതിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇവിടെ രണ്ടാമത്തെ ലൈനിൽ കുത്തി കോർണർ കുത്തി വലിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മൂന്നാമത്തതിലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കോർണറിൽ കുത്തിയിട്ട് വലിക്കാം. നാലിലും നമ്മൾ ഇതേ രീതിയിൽ പോകും. അഞ്ച്, ആറ്, ഏഴ്, 8 വരെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ബോർഡറിലൊക്കെ ചെയ്തതുപോലെ തന്നെ ചെയ്യണേ. 8 വരെ നമ്മളിപ്പോൾ ഈ രീതി ചെയ്തു അല്ലേ. 8 വരെ ഇപ്പോൾ ഞാൻ ഈ രീതി ചെയ്തു. ഇനി 9ലോട്ട് പോകണം നമുക്ക്. 9ലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു 5ൻ്റെയും 6ൻ്റെയും ലൈനിൻ്റെ മുകളിൽ കൂടി തന്നെ പോകുന്നുണ്ട്. മുകളിൽ കൂടിയാണ് പോകുന്നത്, മുകളിൽ കൂടി പോയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് 9ൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോർണറിൽ നിന്ന് കുത്തി 9ൻ്റെ ഈ കോർണറിൽ നിന്ന് കുത്തിയിട്ട് വലിച്ചു കൊടുക്കാം. ഓക്കെ. 9ൽ കോർണറിൽ കുത്തി വലിച്ചു. 10ൽ നമ്മൾ കോർണറിൽ കുത്തി വലിച്ചു കൊടുക്കുക. 11ലും കോർണറിൽ കുത്തി വലിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മൾ 12ലോട്ട് പോവുകയാണല്ലേ. 12ലോട്ട് പോകും നമ്മൾ ചെയ്യേണ്ടത് ഈ 8ൻ്റെയും 9ൻ്റെയും ലൈനിൻ്റെ മുകളിലാണ് പോകേണ്ടത്. ഈ ഒരു 4ൻ്റെയും 5ൻ്റെയും അടിവശത്തൂടി ഇങ്ങനെയാണ് 8ൻ്റെയും 9ൻ്റെയും മുകളിൽ കൂടിയും 4ലെയും 5ൻ്റെയും താഴ്ഭാഗത്ത്. അപ്പോൾ എങ്ങനെയാണ് 8ൻ്റെയും 9ൻ്റെയും മുകളിൽ കൂടി പോയിട്ട് 4ലെയും 5ൻ്റെയും താഴ്ഭാഗത്തൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു 12ലോട്ട് പോകുന്നത്. ഓക്കെ. എന്നിട്ട് 12 ചെയ്യാം. ഇവിടെ നമ്മൾ കോർണർ. എന്നിട്ട് അടുത്തത് നമ്മൾ 3ൻ്റെയും 4ൻ്റെയും മുകളിൽ കൂടി തന്നെയാണ് പോകുന്നത് 13ാമത്തെ നമ്പറിലോട്ട്. അവിടെ ഈ രീതിയിൽ തന്നെ കുത്തിയെടുക്കുക. 14 ചെയ്യുക, 15 ചെയ്യുക, 16ലോട്ട് പോകുമ്പോൾ നമ്മൾ സെയിം മെത്തേഡ് ഇവിടെ ഉപയോഗിച്ച പോലെ തന്നെ 12ൻ്റെയും 13ൻ്റെയും മുകളിൽ കൂടിയും 2ൻ്റെയും 3ൻ്റെയും താഴ്ഭാഗത്തൂടി 16ലോട്ട്. ഓക്കെ. എന്നിട്ട് 16 ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അടിവശത്തുകൂടി എടുത്ത് കുത്തിത്താഴ്ത്തി കെട്ടിടാം. ഓക്കെ. ഫൈനൽ ബോർഡർ സെറ്റായി. ഇതിൻ്റെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു കളർ നൂല് കോർക്കുക. കുറച്ച് ലെങ്ത്തിൽ തന്നെ വേണേ കോർക്കുന്നത്, കുറച്ച് ലെങ്ത്തിൽ തന്നെ കോർത്തെടുക്കുക കേട്ടോ. കാരണം നമുക്ക് പകുതിക്ക് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ തന്നെ കോർത്തെടുക്കുക. ആദ്യം നമ്മൾ പോകേണ്ടത് നമ്മൾ ബോർഡറിൽ പോയ രീതിയിൽ പോവാം. ബോർഡറിൽ പോയ രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്പറിൻ്റെ കോർണറിൽ നിന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ ബോർഡറിൽ എങ്ങനെയാണ് പോകുന്നത് ആ രീതിയിൽ കുത്തിയെടുത്തു.
എന്നിട്ട് നൂലിൻ്റെ അടിവശത്തുകൂടി എടുത്തു. 16ാമത്തെ നമ്പറിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നൂലിൻ്റെ അടിവശത്തുകൂടി എടുക്കുകയാണ്. ഇതിൻ്റെ അടിവശത്തുകൂടി എടുത്തിട്ട് 16ാമത്തെ നമ്പറിൽ പോവാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഇതിൻ്റെ അടിവശത്തുകൂടി എടുത്തു. നമ്മൾ ബോർഡറിൽ പോയ പോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ അടിവശത്തുകൂടി എടുത്തിട്ട് നമ്മൾ 3ാമത്തെ നമ്പറിലോട്ട് പോവാണ്. എന്നിട്ട് ഇവിടെ സെയിം മെത്തേഡ് കേട്ടോ, നമ്മൾ ഈ ഔട്ട്ലൈൻ്റെ അടിവശത്ത് ഫില്ലിങ് ചെയ്യുന്ന നൂലിൻ്റെ മുകളിൽ കൂടി നമ്മൾ സെയിം ആയിട്ട് ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് 12ലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് കെട്ട് വീണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിവശത്തുകൂടി ഔട്ട്ലൈൻ്റെ അടിവശത്ത് ഇതൊക്കെ നമ്മൾ ബോർഡറിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെ ഒക്കെ വരുന്നത് കേട്ടോ. ഇപ്പം ഇവിടം വരെ എത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. എവിടെയൊക്കെ, ഇവിടുന്ന് 7ലോട്ടാണ് നമ്മൾ പോകുന്നത്. 7 ഫില്ല് ചെയ്യാണ്, 7ാം നമ്പർ ഫില്ല് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ബോർഡറിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഫില്ലിങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് 6ാമത്തെ നമ്പറും ഫില്ലിങ് കൊടുക്കാം കേട്ടോ. 6 ചെയ്തിട്ട് നമ്മൾ ബോർഡറിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കുക. ഔട്ട്ലൈൻ്റെ താഴ്ഭാഗത്ത് ഫസ്റ്റത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ, നെക്സ്റ്റ് വരുന്ന ഫില്ലിങ്ങിൻ്റെ താഴ്ഭാഗത്ത് ഔട്ട്ലൈൻ്റെ മുകളിൽ ഈ രീതിയിൽ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തത് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് പോയിട്ട് ഇവിടുന്ന് 11ലോട്ടാണ് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ എന്ത് ചെയ്യും, ഈ ഔട്ട്ലൈൻ്റെ താഴ്ഭാഗത്ത് ഫില്ലിങ്ങിൻ്റെ മുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഫില്ലിങ്ങിൻ്റെ മുകളിൽ കൂടി നമ്മൾ ചെയ്യുന്നത് നോക്കണേ. ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ബോർഡറിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്ലൈൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്തില്ലേ, ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. 11ാമത്തെ നമ്പറിൽ പോകുമ്പോൾ നമ്മൾ 11ാമത്തെ നമ്പറിൽ ഇതിൻ്റെ അടിവശത്തുകൂടി മേലെ പോവാം. ഓക്കെ, കണ്ടില്ലേ? എന്നിട്ട് 11ാമത്തെ നമ്പർ കവർ ചെയ്യാം. ഔട്ട്ലൈൻ്റെ താഴ്ഭാഗം, എന്നിട്ട് 10ാമത്തെ നമ്പർ പോവാം. എന്നിട്ട് 9 പോവാം. ഇതൊക്കെ നമ്മൾ പോകുന്നത് ശ്രദ്ധിക്കണേ. ഒരു വശത്തുകൂടി എടുത്തു. ഇതിൻ്റെ അടിവശത്ത് ഫസ്റ്റത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ, 2ാമത്തെ ഫില്ലിങ്ങിൻ്റെ അടിവശത്ത്, പിന്നെ വരുന്ന ഔട്ട്ലൈൻ്റെ മുകളിൽ, ഇങ്ങനെയാണ് നമ്മളെടുത്തത്. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ്റെ താഴ്ഭാഗത്ത് ഫസ്റ്റത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ, 2ാമത്തെ ഫില്ലിങ്ങിൻ്റെ താഴത്ത്, പിന്നെ ഔട്ട്ലൈൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ വൺ സൈഡ് സെറ്റായി അല്ലേ? ഇനി നമുക്ക് ഇതും കവർ ചെയ്യട്ടെ. ഈ സെൻറ്ററിൽ വരുന്ന ഇതും ഒന്ന് കവർ ചെയ്യുക. ഔട്ട്ലൈൻ്റെ അടിവശത്ത് ഫില്ലിങ്ങിൻ്റെ മുകളിൽ, നെക്സ്റ്റ് 4ാമത്തെ
ലൈനും. നാലാമത്തെ ലൈന് ഇതുപോലെ തന്നെ കവർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ സെയിം ആണ്, നമ്മൾ ഇതുവരെ ചെയ്ത അതേ മെത്തേഡ് കേട്ടോ. നിങ്ങളതും കെട്ട് വീഴുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ അയച്ചെടുക്കണേ. വലിയ നൂലെടുക്കുമ്പോൾ കെട്ട് വീഴും, അപ്പോൾ ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കണേ, ഇവിടെ നമ്മൾ ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ്? ഔട്ട്ലൈൻ്റെ മുകളിൽ താഴത്ത് ഫില്ല് ചെയ്ത നൂലിൻ്റെ മുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? 15ാമത്തെ നമ്പറിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചു, ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടി 15ാമത്തെ നമ്പറിലോട്ട് പോവാണ്. കണ്ടോ? 15ാമത്തെ നമ്പറിലോട്ട് പോയതുണ്ടല്ലേ. എന്നിട്ട് ഈ ലൈൻ ഒന്ന് ചെയ്യാം. ഈ ലൈന് നമ്മൾ ചെയ്തിട്ട് ആ ഒരു ബോക്സിനെ ക്ലിയർ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ 15ന്ന് 14ലോട്ട് പോയി. അവിടുന്ന് 13ലോട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഔട്ട്ലൈൻ്റെ താഴ്ഭാഗത്ത് ഫസ്റ്റത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ, രണ്ടാമത്തെ ഫില്ലിങ്ങിൻ്റെ താഴ്ഭാഗത്ത്, പിന്നെ ഔട്ട്ലൈൻ്റെ മുകളിൽ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിട്ട്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട്ലൈൻ്റെ താഴ്ഭാഗത്ത് ഫസ്റ്റത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ, രണ്ടാമത്തെ ഫില്ലിങ്ങിൻ്റെ താഴ്ഭാഗത്ത്, ഔട്ട്ലൈൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എന്തായി കിട്ടി? ഫില്ലായി കിട്ടി അല്ലേ? പിന്നെ നമ്മൾ ഫസ്റ്റത്തത് ഫില്ല് ചെയ്യുക. ഔട്ട്ലൈൻ്റെ മുകളിൽ ഫില്ലിങ്ങിൻ്റെ ഔട്ട്ലൈൻ്റെ താഴത്തെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ രണ്ടാമത്തെ നമ്പർ. ഇതും ചുറ്റിയെടുക്കുക. ഇവിടെയും നമ്മൾ അതേപോലെ തന്നെ ഔട്ട്ലൈൻ്റെ താഴ്ഭാഗത്ത് ഫില്ല് ചെയ്ത നൂലിൻ്റെ ഫസ്റ്റത്തേൻ്റെ മുകളിൽ രണ്ടാമത്തേലേക്ക് താഴോട്ട് എന്ത് ചെയ്യുക? കുത്തിത്താഴ്ത്തുക. രണ്ടാമത്തേൻ്റെ താഴ്ഭാഗത്തേക്ക് കുത്തിത്താഴ്ത്തി കെട്ടിടാം. ഫൈനലി ഇതാണ് കേട്ടോ. കണ്ടില്ലേ?